ദേശീയപാതയിൽ വൻ അപകട ഭീഷണി. കടപുഴകി വൻമരം ചെറുമരത്തിന്റെ ബലത്തിൽ ഏതു നിമിഷവും റോഡിലേക്ക് വീഴാവുന്ന അവസ്ഥയിൽ. യാത്രക്കാരുടെ ജീവൻ പണയപ്പെടുത്തി ദേശീയപാത 183 അമ്മലഗിരിക്ക് സമീപം വൻ അപകട ഭീഷണി. റോഡിലെ തിട്ടയ്ക്ക് മുകളിൽ നിൽക്കുന്ന കൂറ്റൻ മരം കടപുഴകി സമീപത്തെ ചെറിയ മരത്തിലേക്ക് ചാരി നിൽക്കുകയാണ്. ചെറിയ മരത്തിന്റെ മാത്രം ബലത്തിൽ നിൽക്കുന്ന ഈ വൻമരം റോഡിലേക്ക് പതിച്ചാൽ വലിയ ദുരന്തമാകും ഉണ്ടാകുക. നിലവിൽ ജീവൻ പണയപ്പെടുത്തിയാണ് ഈ ഭാഗത്തുകൂടി വാഹനങ്ങൾ കടന്നു പോകുന്നത്. വൻമരം വീണതിനെ തുടർന്ന് സമീപത്തെ മറ്റ് മരങ്ങളും ശിഖരങ്ങളും ഒടിഞ്ഞ റോഡിലേക്ക് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ശിഖരത്തിൽ തട്ടാൻ സാധ്യത ഏറെയാണ്. വലിയ വാഹനങ്ങളിൽ തട്ടി ഇവ താഴേക്ക് പതിച്ചാൽ പിന്നാലെ വരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളുടെ യാത്രക്കാരുടെ ജീവൻ തന്നെ അപകട ഭീഷണിയാകും. പെരുവന്താനത്തിനും മുറിഞ്ഞുപുഴയ്ക്കും ഇടയിൽ പലയിടങ്ങളിലും നിരവധി വൻമരങ്ങളാണ് പാറക്കെട്ടുകൾക്ക് മുകളിൽ വേരുകളിലെ മണ്ണ് ഒലിച്ചുപോയ നിലയിൽ നിൽക്കുന്നത്. ചെറിയ കാറ്റോ മഴയോ ഉണ്ടായാൽ പോലും ഇവ റോഡിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ്. ഇതിനു മുമ്പേ സമാനമായ രീതിയിൽ മരങ്ങളും ശിഖരങ്ങളും ഒടിഞ്ഞു വീണിട്ടുണ്ടെങ്കിലും നിയമതടസ്സങ്ങളും സാങ്കേതിക ന്യായങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ ചെയ്തത്. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മണ്ണ് ഇളകി മാറിയതോടെ കൂറ്റൻ പാറകൾ റോഡിലേക്ക് പതിക്കുന്നതും പതിവായിരിക്കുകയാണ്. രണ്ടാഴ്ചക്കിടെ 2 തവണയാണ് ഇവിടെ പാറക്കല്ലുകൾ റോഡിലേക്ക് വീണത്. കല്ലുകൾ വീഴുന്ന ഉടൻ തന്നെ നാട്ടുകാരും യാത്രക്കാരും പോലീസിനെ വിവരം അറിയിക്കുകയും തുടർന്ന് ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുവാൻ പോലീസെത്തി JCB ഉപയോഗിച്ച് കല്ലുകൾ മാറ്റുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്രയും ഗുരുതരമായ സാഹചര്യമുണ്ടായിട്ടും ദേശീയപാത അധികൃതർ ഇതൊന്നും തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന മട്ടിലാണ് പെരുമാറുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. 1 മാസം മുമ്പുണ്ടായ ശക്തമായ കാറ്റിൽ മരുതുമൂടിന് സമീപം വീണ വൻമരം ഇപ്പോഴും പാതയോർത്ത് തന്നെ കിടക്കുകയാണ്. ഈ മരം മുറിച്ചു മാറ്റാൻ പോലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുൻകൂട്ടി മുറിച്ചു മാറ്റുവാൻ ദേശീയപാത വിഭാഗം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം സ്ഥലത്തെത്തി പ്രഹസനം കാണിച്ച് മടങ്ങുകയാണ് ഉദ്യോഗസ്ഥരുടെ പതിവ് രീതി. ദുരന്തത്തിന് കാത്തു നിൽക്കാതെ പാതയിലെ അപകടാവസ്ഥയിലുള്ള മരങ്ങളും പാറകളും അടിയന്തരമായി നീക്കം ചെയ്യുവാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.